ഈ ഒരു ഹെയർ ഡൈ നമുക്ക് നെറ്റിയുടെ ഭാഗത്തുള്ള മുടിയോ അല്ലെങ്കിൽ ഇടകലർന്ന മുടിയോ ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് നരച്ച് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കറുത്ത മുടിയായി കിട്ടും. ഉണങ്ങിക്കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം. വീഡിയോ ഫുള്ള് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോളിലൊന്നും ആവത്തില്ല. ഏത് തരത്തിലുള്ള ഷോളും തലേ തുണിയൊക്കെ ഇട്ട് പോകുന്നവർക്ക് ഇട്ടുകൊണ്ട് പോകാം. ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഹലോ ചിക്കനുകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു ഹെയർ ഡേയുടെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഒരു പ്രശ്നമാണല്ലോ നരച്ച മുടി ഒന്ന് കറുപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് പല ഡൈകളും ഞാൻ മാറി മാറി പറഞ്ഞു തരുന്നുണ്ട്. റിസൾട്ട് കിട്ടുന്ന ആൾക്കാരുമുണ്ട്, കിട്ടാത്ത ആൾക്കാരുമുണ്ട്. കിട്ടാത്തതെന്ന് പറഞ്ഞാൽ അവരുടെ ഹെയർ ചിലപ്പോൾ ഓയിലി ഹെയർ ആയിരിക്കും. അതുപോലെ തന്നെ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്ത് പ്രശ്നമുള്ളവരുടെ ഹെയർ ആയിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് റിസൾട്ട് കിട്ടാത്തത്. പക്ഷേ ഇത് വെറും നാച്ചുറലാണ്. യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം കെമിക്കൽ ഉപയോഗിച്ചിട്ട് വെറുതെ ഉള്ള മുടിയും കൂടെ നരപ്പിച്ച് കളയും. അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ എത്രയോ ഭേദമാണ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ യൂസ് ചെയ്തു പോകുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് നല്ല സംരക്ഷണം നൽകുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഡൈ ഒക്കെ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വെറുതെ വലിച്ചെറിയുന്ന വസ്തുക്കൾ ഉപയോഗിച്ചും നമുക്ക് നാച്ചുറലായിട്ട് ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എന്നെ കൂടുതലും ഒരു 50 വയസ്സ് കഴിഞ്ഞ് ഒരു 60 വയസ്സ് കഴിഞ്ഞൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 60 ഏകദേശം ചിലപ്പം മിക്കവാറും ആൾക്കാർക്ക് ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു അത്ര വലിയ നരയൊന്നും ചിലപ്പോൾ കാണാനില്ല. പക്ഷേ ചിലർക്ക് നേരത്തെ തൊട്ടേ നരച്ചു തുടങ്ങും. അതുകൂടാതെ 60 വയസ്സ് കഴിഞ്ഞിട്ട് നരയ്ക്കുന്നവരും അത് നമുക്ക് ഒരു പ്രായത്തിൻ്റെതായിട്ട് നരകളാണെന്നൊക്കെ പറയാം. പക്ഷേ എന്നാലും എല്ലാവർക്കും നര വരിക എന്ന് പറഞ്ഞാൽ ഒരു നരച്ച മുടി കാണുക എന്ന് പറഞ്ഞാൽ ഒത്തിരി സങ്കടമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും എന്നോട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ഒരു 50, 60 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പം അവരെന്നോട് ചോദിക്കുക എന്തെങ്കിലും ഒരു പൊടുക്കൈയുണ്ടോ? ഈ ഒരു കൂടുതലും ഫ്രണ്ട് നരയാണ് എല്ലാവർക്കും. അപ്പോൾ ഈ ഫ്രണ്ട് നരയൊക്കെ ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോകാൻ എന്തെങ്കിലും ഒരു പൊടുക്കൈ ഉണ്ടെന്നൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു പോകാം. ഒരു പ്രശ്നവും ഇല്ല. ഇത് യാതൊരു കെമിക്കൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതല്ല. വീട്ടിലെ നമ്മൾ കാശ് മുടക്കി ഒന്നും ചെയ്യുന്നതല്ല. നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും കാണുന്ന നാച്ചുറൽ സാധനങ്ങളിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പൈസ മേടിച്ച് ഈ കെമിക്കൽ മേടിച്ച് ഡൈ യൂസ് ചെയ്യുന്നതിൽ എത്രയോ നല്ലതാണല്ലോ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാൻ എല്ലാവരും മറക്കില്ല കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യാൻ എല്ലാവരും കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുമല്ലേ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഒരു നാച്ചുറൽ ഹെയർ ഡേ ഉണ്ടാക്കുന്ന നോക്കാം. ഞാൻ ഇന്നെടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെറുതെ നമ്മൾ വലിച്ചെറിയുന്ന ഉള്ളിത്തൊലിയും സവോളത്തൊലിയുമാണ് എടുക്കുന്നത് കേട്ടോ. അത് പിന്നെ ഈ കറുത്ത ഒരു സവോളയുടെ തൊലി വരുമ്പോൾ കറുപ്പ് പോലെ വരുന്ന സവോളത്തൊലി നിന്ന് എടുക്കാതിരിക്കുക. അല്ലാതെ നല്ല അത്യാവശ്യം ഫ്രഷോട് കൂടി തന്നെയുള്ള സവോളത്തൊലി എടുക്കുക. നല്ല സവോളയുടെ തൊലിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുമല്ലോ, അതെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ കറുപ്പ് പിടിച്ച ഒന്നും സവോളത്തൊലിയൊന്നും എടുക്കാതിരിക്കുക. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് എത്രയാണോ ആവശ്യം അത്രയുമുള്ള സവോളത്തൊലി എടുത്തു. ഇനി നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലി, അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയുടെ തൊലി വെറുതെ കളയുന്ന സാധനമാണ്, അതും കൂടി എടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുകൊണ്ടൊക്കെ തേച്ചാൽ കറക്കുമോ? തീർച്ചയായിട്ടും കറക്കും, വെളുത്ത മുടി കറക്കും. നിങ്ങളൊന്ന് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് 2 രീതിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി, കട്ടിയുള്ള ചീനച്ചട്ടി തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതിലിട്ട് നന്നായിട്ട് കരിച്ചെടുക്കുക കേട്ടോ. അപ്പം എല്ലാവരും വിചാരിക്കും ഇത് അങ്ങോട്ട് ഇട്ട ഉടനെ തീ കൂട്ടി വെച്ച് വേഗം അങ്ങ് കരിച്ചെടുക്കാമെന്ന്. ഒരു റിസൾട്ടും കിട്ടത്തില്ല. വേഗം കരിച്ചെടുത്താൽ നമുക്കത് ശരിയാവത്തില്ല. തീ കൂട്ടി ആദ്യം ഒന്ന് ചട്ടി ചൂടാക്കുക. അതിനുശേഷം നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ, ഇത് ഒത്തിരി നേരമൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പതുക്കെ ഇതുപോലെ കരിഞ്ഞ് വരും. അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം പതുക്കെ കരിച്ചെടുക്കുക. പെട്ടെന്ന് തീ കൂട്ടി വെച്ച് കരിക്കരുത്. അത് നിങ്ങൾക്ക് പിന്നെ അത്ര റിസൾട്ടൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പം തന്നെ സവോളത്തൊലിയും ഉള്ളിത്തൊലിയും ഒക്കെ ആണല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല കറുപ്പ് നിറമായിട്ട് എടുക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പവുമില്ല. അപ്പം ഞാൻ കരിഞ്ജീരകത്തിൻ്റെ ഒക്കെ ഡൈ ഒക്കെ ഇട്ടതുകൊണ്ട് ഇനി ഞാൻ കരിഞ്ജീരകം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല വെളുത്ത മുടി കുറേ ഉള്ളവരൊക്കെ കരിഞ്ജീരകം കൂടെ ഇതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഇതുപോലെ കറപ്പിച്ചെടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഫൈൻ പൗഡർ ആക്കുക. അപ്പോൾ ഈ ഒരു സവോളത്തൊലി ഉള്ളിത്തൊലിയൊക്കെയാണ് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ എൻ്റെ മിക്സിയുടെ ജാർ ഇച്ചിരി പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം പൊടിഞ്ഞിട്ടുള്ളൂ. അപ്പം നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫൈൻ പൗഡർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു രീതി ഞാൻ കാണിക്കുന്നത്
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത്ര എടുക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ പൊടിച്ച് സൂക്ഷിച്ച് ഒരു കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് നമുക്ക് ആവശ്യാനുസരണം എടുത്തുപയോഗിക്കാം. അപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് മാത്രം 2 രീതിയിൽ കാണിക്കണമെന്ന് 2 ഹാഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വെളുത്ത മുടിയിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മുടെ വെളുത്ത മുടിയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. നല്ലൊരു നാച്ചുറൽ ടെമ്പററി ഡൈ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഭാഗത്താണോ വെളുത്ത മുടി ഉള്ളത്, എല്ലാവർക്കും ഫ്രണ്ടിലായിരിക്കും അല്ലേ, ഫ്രണ്ട് നിരയിലെ ഇട കലർന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കും വെളുത്ത മുടി കാണുന്നത്. ആ ഭാഗത്തൊക്കെ നല്ലപോലെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല കറുത്ത മുടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അരമണിക്കൂറിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് പുറത്തോട്ട് പോകാം. അതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ കൂടെ തേച്ച് കൊടുത്താൽ നല്ല കറുപ്പോടുകൂടി തന്നെ ഇരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് പിന്നെ അങ്ങനെ തന്നെ തേച്ചുകൊണ്ട് വെള്ളുമ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ നേരത്തെ ആദ്യമേ കാണിച്ച പോലെ ഷാളിലൊന്നും ആവത്തില്ല. അപ്പോൾ ഇനി രണ്ടാമതായിട്ട് ചെയ്യുന്നത് അതിൻ്റെ ബാക്കി 2 ഭാഗമായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. 2 ഭാഗമായിട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം 2 ടീസ്പൂണാണ് 2 ടീസ്പൂണോളം നെല്ലിക്ക പൗഡർ നമ്മുടെ മുടി കറക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. ഇതൊരു ഹെയർ പായ്ക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നാച്ചുറലായിട്ട് മുടി കറക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ നെല്ലിക്ക പൗഡറും, അതായത് നമ്മൾ നേരത്തെ ആദ്യം പൊടിച്ച് വെച്ച ഉള്ളിത്തൊലി സവോളത്തൊലി പൊടിച്ച് വെച്ച കറുത്ത മിശ്രിതത്തിലേക്കാണ് ഇത് ചേർക്കുന്നത് കേട്ടോ. അപ്പം നെല്ലിക്കാപ്പൊടി പിന്നെ ഈ നമ്മൾ 2 ടീസ്പൂൺ ചേർത്തു. അതുപോലെ തന്നെ മൈലാഞ്ചിപ്പൊടി, അതായത് പിന്നെ ഹിമാലയയുടെ മൈലാഞ്ചിപ്പൊടിയാണ്, ഹെന്ന പൗഡറാണ്. അതും ഒരു വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് പിന്നെ നീലയമരിയുടെ പൊടിയും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അപ്പം ഇത് നമുക്ക് മുടി ആവശ്യത്തിന് എത്രയാണ് മുടി കൂടുതലും പിന്നെ നമുക്ക് പിന്നെ ഫ്രണ്ടിലും ക്രൗൺ ഏരിയയിലും ഒക്കെയാണ് കൂടുതൽ വെളുത്ത മുടികൾ കാണുന്നത്. അങ്ങനെയുള്ളവർ നിങ്ങൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ നല്ല കറുത്ത കടുപ്പത്തിൽ കട്ടൻ ചായ തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കട്ടൻ ചായയൊക്കെ നമ്മുടെ മുടിക്ക്, കട്ടൻ കാപ്പിയും കട്ടൻ ചായയൊക്കെ മുടി കറക്കാനായിട്ട് സഹായിക്കുന്ന സംഭവം തന്നെയാണ്. നമ്മളെല്ലാ ഹെന്ന മിക്സിലും ഈ കട്ടൻ ചായ ചേർക്കുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് വേണമെങ്കിൽ ഇപ്പം തന്നെ, അതായത് വെളുത്ത മുടി ഒന്നും ഇല്ലാത്തവർക്ക് ഹെയർ പാക്കായിട്ട് ഇപ്പം തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ വെളുത്ത മുടി ഉള്ളവർ എന്ത് ചെയ്യണം, ഈ ഒരു ഹെന്ന മിശ്രിതം മിക്സ് ചെയ്തതിന് ശേഷം ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് മാറ്റുക. ഇരുമ്പ് ചീനച്ചട്ടി മാറ്റിയതിന് ശേഷം ഹെന്ന മിക്സ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ, ഇതൊരു കുഴമ്പ് രൂപത്തിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത്, എന്നാലേ നമ്മുടെ മുടിയിൽ പിടിക്കത്തുള്ളൂ. ഒത്തിരി തിക്കും ആയിപ്പോരെ, ഒത്തിരി ലൂസും ആയിപ്പോരെ, ആ ഒരു രീതിയിലാണ് മിക്സ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ എന്നിട്ട് വെളുത്ത മുടി ഉള്ളവർ ഒരു ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് മാറ്റി വെച്ചിട്ട് തലേന്ന് മാറ്റി കുഴച്ച് വെക്കുക. അതിനുശേഷം പിറ്റേ ദിവസം എടുത്തതിന് ശേഷം ഡ്രൈ ഹെയറിൽ ഷാംപൂ വാഷ് ചെയ്ത ഹെയറിൽ അപ്ലൈ ചെയ്യുക. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾക്കൊരു നാച്ചുറൽ കറുപ്പ് നിറം, നിങ്ങളുടെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് മുടിക്ക് കിട്ടും. ഇത് ക്രമേണ നമ്മൾ ഇട്ട് പോകും തോറും നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അത് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഈ ഒരു ആദ്യത്തെ ഒരു മിശ്രിതം ഇതുപോലെ ഫ്രണ്ട് നരയുള്ളവർക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. എനിക്ക് ഫ്രണ്ട് നര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ട് തേച്ചുകൊണ്ട് പോകാം. യാതൊരു കുഴപ്പവുമില്ല. നമ്മുടെ ഷോളിലൊന്നും ആവത്തില്ല, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് പോകാം. അടുത്തതായിട്ട് ഞാൻ ആ ഹെയർ പായ്ക്ക് ഉണ്ടാക്കിയത് മുടിയിൽ തേക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ നല്ലതായിട്ട്, അതും നമ്മൾ ഷാംപൂ വാഷ് ചെയ്ത ഹെയറിലായിരിക്കണം ഈ ഒരു ഹെയർ പായ്ക്ക്, രണ്ടാമത് കാണിച്ച ഹെയർ പായ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് പാർട്ടീഷൻ എടുക്കുക. എന്നിട്ട് മുടിയിലെല്ലാം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. നരച്ച മുടിയുള്ളവർ പ്ലെയിൻ വാഷ് ചെയ്ത് കളയാവുള്ളൂ. അതിനുശേഷം നിങ്ങളെന്താണ്, ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ഓയിൽ ഹെയർ ഡ്രൈ ആവുന്ന ചെറുതായിട്ടൊരു ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്തൊന്ന് പുറത്തൂടെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ഡാർക്ക് ബ്രൗൺ, ഒരു കറുപ്പായിട്ട്, നാച്ചുറൽ കറുപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നരച്ച മുടിയൊന്നും ഇല്ല, എനിക്ക് നരച്ച മുടി ഇതൊരു ഹെയർ പായ്ക്കായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്ത പോലെ, എനിക്ക് നരച്ച മുടിയില്ല, അതുകൊണ്ട് അതുപോലെ പായ്ക്കായിട്ട് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് കണ്ടീഷണർ വാഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ മാസത്തിൽ 2 പ്രാവശ്യം ഇട്ട് കൊടുക്കുകയാണ്. ഇതിലുള്ള എല്ലാ സാധനങ്ങളും മുടി കറക്കാനായിട്ടുള്ളത് കൊണ്ട് തന്നെ, മുടി കറക്കാനായിട്ടുള്ള സംഭവമായതുകൊണ്ട് തന്നെ നമുക്കൊരു ഹെയർ പായ്ക്കായിട്ട് ഇത് യൂസ് ചെയ്ത് പോകാം. നല്ലൊരു നമ്മുടെ മുടിയുടെ നര തടയാനായിട്ടും മുടി നല്ല കറുത്ത് വരാനായിട്ടും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പായ്ക്കായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ 2 തരത്തിൽ ഞാൻ കാണിച്ചു. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പം ഞാൻ ഉണ്ടാക്കി കാണിച്ച ആ നാച്ചുറൽ ഹെയർ ഡൈ എല്ലാവരും കണ്ടല്ലോ. അപ്പം നിങ്ങൾ എന്താണ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. റിസൾട്ട് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. ഒരുപാട് പേര് ഒരുപാട് പ്രായമായവരാണ്, അതായത് ഒരു 50 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് കഴിഞ്ഞുള്ളവരൊക്കെയാണ് കൂടുതലും എന്നെ വിളിച്ച് ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടോ, ഇങ്ങനൊന്നുണ്ടോ എന്ന് ചോദിക്കുന്നതും. അത് ഞാൻ ചെയ്ത വീഡിയോയുടെയാണല്ലോ അത് ചോദിച്ച് കറക്റ്റ് മനസ്സിലാക്കി ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ഇത് തികച്ചും നാച്ചുറലാണ്, നിങ്ങൾക്ക് ധൈര്യമായി യൂസ് ചെയ്ത് പോകാം. പിടിക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ ഈ ഒരു ഹെയർ ഡേ നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ തേച്ചുകൊണ്ട് പോവാം. ഇല്ലെങ്കിൽ നിങ്ങൾ തേച്ച് കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് പ്ലെയിൻ വാഷ് ചെയ്യുക, ഷാമ്പു വാഷ് ചെയ്യരുത്. ഷാമ്പു വാഷ് ചെയ്യുമ്പോൾ എന്തായാലും ഇത് പോവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.